താമസ വിസ ദുരുപയോഗം ചെയ്ത കൂടുതൽ ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ച് UAE 161 ആളുകൾക്കെതിരെയാണ് കോടതി ശിക്ഷ വിധിച്ചത്. വ്യാജ കമ്പനികൾ സ്ഥാപിച്ച ആളുകൾക്ക് വിസ നൽകിയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യക്കാരായ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ വലിയ ഒരു നടപടി വന്നിരിക്കുന്നത്. അതായത് ഇവിടെ വ്യാജ കമ്പനികൾ സ്ഥാപിക്കുക, അതിൽ നിരവധി വിസകൾ ലഭ്യമാക്കുക, ഇത് ആളുകൾക്ക് നൽകി പണം ഈടാക്കുക. അതോടൊപ്പം തന്നെ വ്യാജ കമ്പനികൾ ഈ രീതിയിൽ സ്ഥാപിച്ച് ആളുകളെ UAE-യിലേക്കൊക്കെ കൊണ്ടുവന്ന ശേഷം തൊഴിലാളികളുടെ താമസ പദവി ശരിയാക്കാതെ ഈ സ്ഥാപനങ്ങൾ പെട്ടെന്ന് തന്നെ അടച്ചുപൂട്ടുക. ഇത്തരത്തിലായിരുന്നു ഈ ഒരു തട്ടിപ്പ് സംഘം ഇവിടെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 161 ആളുകൾക്കെതിരെയാണ് ദുബായ് കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പ്രതികൾക്കെതിരെ 15.2 കോടി ദിർഹം പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. പിഴ ഈടാക്കിയ ശേഷം ഈ മുഴുവൻ പ്രതികളെയും നാടുകടത്തുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. GDRFA താമസ കുടിയേറ്റ വകുപ്പ് നൽകിയിട്ടുള്ള ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പബ്ലിക് പ്രോസിക്യൂഷൻ ഈ ഒരു വിഷയത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയത്. ഈ ഒരു അന്വേഷണത്തിന് ശേഷം കമ്പനികളുടെ ഓഫീസുകൾ എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ ഈ കമ്പനികളൊക്കെ നൽകിയിട്ടുള്ള ഈ താമസ വിസകൾ നിയമവിരുദ്ധമായി നേടുന്നതിന് മാത്രമായിട്ടാണ് ഈ ഒരു കമ്പനികൾ സ്ഥാപിച്ചത് എന്ന് കണ്ടെത്തിയെന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇത്തരം നിയമവിരുദ്ധമായ പ്രവർത്തികൾക്കെതിരെ വലിയ തോതിലുള്ള നടപടിയിലേക്ക് അധികൃതർ കടന്നിരിക്കുന്നത്. എന്തായാലും ഇത്തരം നടപടികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമാന വിഷയത്തിൽ ഇത്തരത്തിൽ വിസ നൽകിയതുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യക്കാരായിട്ടുള്ള 21 ആളുകൾക്കെതിരെ അധികൃതർ നേരത്തെ തന്നെ നടപടി സ്വീകരിച്ചിരുന്നു. ഇവർക്ക് 25 ദശലക്ഷം പിഴ ചുമത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരം വിഷയങ്ങളിൽ പരമാവധി ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.